മനുഷ്യർക്ക് സാധാരണ നല്ല കാലവും മോശം കാലവുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിൽ നിന്ന് ആരും വിഭിന്നരുമല്ല. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് മോശം കാലഘട്ടമാണ് എന്ന് തന്നെ തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ മൂന്നാം വട്ട തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നയിക്കുന്ന പാർട്ടി BJP ഒന്നും വലിയൊരു ടാർഗറ്റിലേക്ക് എത്തിയില്ല. ഇല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞില്ല. 240 സീറ്റുകളിലേക്ക് പാർട്ടി ചുരുങ്ങുകയും മറ്റ് ഘടകകക്ഷികളുടെ സഹായത്തോടാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന അനവധി ഘടകങ്ങളുണ്ട്. അതിലൊന്ന് കാശ്മീർ വിഷയമാണ്. 2 രാജ്യസഭയിലെ അംഗങ്ങളുടെ കുറവ്, മൂന്നാമത് ഉള്ളത് ബഡ്ജറ്റ്, നാലാമത് RSSൻ്റെ 100ാം വാർഷിക 2025 വരുന്നു, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അഞ്ചാമത്തെ കാര്യം പ്രധാന ബില്ലുകളാണ്, ആറാമത്തെ കാര്യം ഇതിനിടയിൽ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കേണ്ട ആവശ്യകത, ഏഴാമത്തെ കാര്യം ഈ അകന്നു നിൽക്കുന്ന സമുദായങ്ങൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പരാജയപ്പെടുവാനുണ്ടായ സാഹചര്യങ്ങൾക്ക് കാരണമായ ചില സമുദായങ്ങളെ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP. അതിനുള്ളൊരു സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടേ അവർക്ക് മതിയാവും. കാരണം ഈ വരുന്ന 6 മാസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്കുടൻ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അനിവാര്യമായ ഘടകമാണ്. അതിലൊന്ന് രാജ്യസഭ MPമാരുടെ എണ്ണമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി BJPയുടെ രാജ്യസഭ MPമാരുടെ എണ്ണം 90-ന് മുകളിലായിരുന്നെങ്കിൽ ഇപ്പോഴത് താന്നിരിക്കുന്നു, 86 ആയിരിക്കുന്നു. NDAയുടെ അംഗബലം എടുത്താലും 101 അംഗങ്ങൾ മാത്രമാണുള്ളത്. രാജ്യസഭയിൽ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ 113 പേരുടെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ രാജ്യസഭയിലേക്ക് വിവിധ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ഒപ്പം തന്നെ ഹരിയാനയുണ്ട്, ത്രിപുരയുണ്ട്, അങ്ങനെ അനവധി സംസ്ഥാനങ്ങളുണ്ട്. ഇവിടങ്ങളിൽ നിന്നായി ആകെ 11 സീറ്റുകളാണുള്ളത്. ഈ 11 BJPക്ക് തന്നെ നേടാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷയും. ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ BJPക്ക് നേടാൻ കഴിയും. കാരണം ഇവിടങ്ങളിലെല്ലാം BJPയോ ഇല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷിയോ ഒക്കെ ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ തന്നെ അവരെ ജയിപ്പിക്കാൻ, ആ രാജ്യസഭ MP ജയിപ്പിക്കാനുള്ള അംഗബലം BJP MLAമാർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മറികടക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ അവിടെയും ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം അങ്ങനെ മറികടന്നാലും അവർ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന 4 രാജ്യസഭാ MPമാർ കൂടി ചേരുമ്പോൾ 115 ആകും അംഗബലം. പക്ഷേ ഈ 115 പേരെ വെച്ചുകൊണ്ട് സുപ്രധാന ബില്ലുകൾ പാസ്സാക്കാൻ പ്രധാനമന്ത്രി ഒരുങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ 115 എന്ന് പറയുന്നത് 113 അവിടെ സഭയിൽ വേണ്ട ഭൂരിപക്ഷം. അതിൽ നിന്ന് 2 സീറ്റ് കൂടുതലേ ഉള്ളൂ. പക്ഷേ വലിയ സുപ്രധാന ബില്ലുകൾ, പ്രത്യേകിച്ച് ഏക സിവിൽ കോഡ് പോലുള്ള വലിയ ബില്ലുകളുമായി എത്തുമ്പോൾ ഈ ഒരു 115 എന്നുള്ളത് ഒരു ദുർബലമായ ഭൂരിപക്ഷമായി മാത്രമേ കാണാൻ കഴിയൂ. കാരണം ഈ 115-ൽ 4-5 MPമാർ മറുകണ്ഠം ചാടുകയോ ഇല്ലെങ്കിൽ 4-5 MPമാർ കൂടുതൽ ആവശ്യം ഉന്നയിക്കുകയോ ചെയ്താൽ ഈ ബില്ലുകൾ പ്രതിസന്ധിയിലാകും. ഇതുതന്നെയാണ് നരേന്ദ്രമോദി ചുറ്റിക്കുന്ന കാര്യവും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം, ഈ 2ാം മോദി മന്ത്രിസഭയുടെ കാലഘട്ടങ്ങളിലെല്ലാം നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി നിന്നിരുന്ന ബിജു ജനതാദളും ഒപ്പം തന്നെ AIADMKയും ഇന്ന് മുന്നണിക്ക് പുറത്താണ് എന്ന് മാത്രമല്ല തങ്ങളുടെ ശത്രു BJP ആണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് 2 പാർട്ടികളും. അതുകൊണ്ട് തന്നെ അവരുടെ സഹായം ലഭിക്കുക വലിയ പ്രയാസകരമാണ്. അഥവാ അവരുടെ സഹായം ലഭിക്കുകയാണെങ്കിലും വലിയ രീതിയിൽ വിട്ടുവീഴ്ചകളും വേണ്ടിവരും. ഇത് ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയങ്ങളിലൊന്നും പുതിയ ബില്ലുകൾ, അതായത് BJPയുടെ പ്രധാന അജണ്ടകളൊന്നായ ഏക സിവിൽ കോഡ് അടക്കമുള്ള ബില്ലുകൾ കൊണ്ടുവരാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് കണ്ടറിയണം. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു റീലോഡിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബില്ലുകളോ മറ്റുള്ള നീക്കങ്ങളോ ഈ 6 മാസങ്ങൾ നടത്തേണ്ടതായിട്ടുമുണ്ട്. ഏതായാലും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം, അതായത് ഇപ്പോൾ ഉടൻ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ബില്ലുകൾ കൊണ്ടുവരാനുള്ള നീക്കം ഒരുപക്ഷെ നടത്തിയേക്കും. അത് എത്രത്തോളം മുൻപോട്ട് പോകുമെന്നുള്ള കാര്യം ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ. 2ാമത്തെ കാര്യം കാശ്മീർ വിഷയമാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അത് നിശ്ചിതമായി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അത് നിശ്ചിതമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയുണ്ടായി. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കാശ്മീർ ഞങ്ങൾ ക്ലീനാക്കി, അവിടെ ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഭീകരപ്രവർത്തനം നടക്കുന്നു. അതിർത്തി കടന്നെത്തുന്ന ഭീകരരാണ് കൊല്ലപ്പെടുന്നവർ ഏറെയും. ഒപ്പം തന്നെ നമ്മുടെ ജവാന്മാർക്ക് വീരമൃത്യു സംഭവിക്കുന്നതും വലിയ ഒരു വാർത്തയായി വരുന്നു. ഇത് വലിയ രീതിയിൽ തന്നെ മോദി സർക്കാരിനെ പിടിച്ച് ഉലയ്ക്കുന്നുണ്ട്. കാരണം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഏത് നിമിഷവും ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ അവരുടെ ഉത്തരവ് ഇറക്കിയേക്കാം. ആ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താനാണ് ഭീകരവാദികൾ ശ്രമിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന് മുൻപ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യകതയാണ്. അതായത് ഒരു വലിയ യുദ്ധം തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. ഇത്രയും നാൾ തങ്ങളവിടെ കാശ്മീർ ക്ലീനാക്കി എന്ന് പറഞ്ഞിരുന്ന മോദി സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷത്തിനും വലിയ രീതിയിൽ ശബ്ദിക്കാനുള്ള വക ഇപ്പോൾ ആയിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളുടെ ധീര ജവാന്മാരെ അനവധി നമുക്ക് നഷ്ടപ്പെടും.
ആവശ്യപ്പെടുകയുണ്ടായി. ആ ഒരു വലിയ വിഷയം ഉടനടി തീർക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മാസം അവസാനത്തോടെ ബഡ്ജറ്റ് എത്തുന്നു. ഈ ബഡ്ജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പ്രതിച്ഛായ നന്നാക്കാൻ ശ്രമിക്കുന്ന BJPക്കും കേന്ദ്ര സർക്കാരും ഈ ബഡ്ജറ്റ് ഒരു പിടിവള്ളിയാണ്. കാരണം ഇത് അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഈ ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനം ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ അനവധി പദ്ധതികൾ ഉണ്ടാകും എന്ന് അറിയുന്നു. അതിന് ഇടയിലാണ് RSSൻ്റെ 100ാം വാർഷികം 2025 അവർ ആഘോഷിക്കുന്നു. അതിനു മുൻപ് തന്നെ RSS ഉയർത്തിപ്പിടിച്ച ചില മുദ്രാവാക്യങ്ങൾ, പ്രത്യേകിച്ച് ഏക സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ, അതിലൊരു തീരുമാനമാകേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് RSSൻ്റെ തന്നെ ഒരു പ്രചാരകൻ, RSSൻ്റെ തന്നെ പിന്തുണയോടെ മുൻപോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ BJP സർക്കാരിൻ്റെ 3ാം തവണത്തെ സർക്കാർ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ സർക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ 2025 RSS 100ാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ പ്രധാന മുദ്രാവാക്യമായ ഏക സിവിൽ കോഡ് നടപ്പാക്കിയേ പറ്റൂ. അപ്പോൾ അതിനുള്ള ഒരു തത്രപ്പാടാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലുള്ളത്. കാരണം പഴയതുപോലെ വലിയ പിന്തുണ കിട്ടില്ല. കഴിഞ്ഞ 2ാം മോദി സർക്കാരിൻ്റെ കാലത്ത് രാജ്യസഭയിൽ 121 മുതൽ 126 MPമാരുടെ പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത്രയൊന്നും കിട്ടില്ല. എങ്കിൽ പോലും എങ്ങനെ ആ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക്, കാരണം ഈ 115 എന്ന് അഥവാ ഇനിയിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കും, അഥവാ ഈ ജയിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 115 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 115 സീറ്റും വെച്ചുകൊണ്ട്, ആ ഒരു ഭൂരിപക്ഷം വെച്ചുകൊണ്ട് വലിയ നിയമങ്ങൾ കൊണ്ടുവരിക പ്രയാസകരമാണ്. അവിടെയാണ് ഈ ഏക സിവിൽ കോഡ് എപ്പോഴേക്ക് നടപ്പാക്കും എന്നുള്ള ഒരു വലിയ വിഷയം വരുന്നത്. മറ്റൊന്ന്, പുതിയ സഖ്യത്തിനുള്ള നീക്കങ്ങൾ BJP പല വഴിക്ക് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തെലങ്കാനയിലെ BRSുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നരേന്ദ്രമോദി നിശിതമായി തന്നെ BRSനെ വിമർശിച്ചിരുന്നു, ചന്ദ്രശേഖർ റാവുവിനെ വിമർശിച്ചിരുന്നു, അഴിമതിക്കാരനെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ BRSുമായി ഒരു നീക്കുപോക്കിന് BJP ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കാലുറപ്പിക്കാനുള്ളൊരു നീക്കമായി അതിനെ കാണുന്നു. ഇതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മറ്റൊരു നീക്കത്തിന് RSS തുടക്കം കുറിച്ചിരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലുമൊക്കെ BJPയുടെ തകർച്ചയ്ക്ക് കാരണമായത് ചില മഠങ്ങളും ഒപ്പം തന്നെ ചില ഹൈന്ദവ സമൂഹങ്ങളും ഒക്കെ ആയിരുന്നു. ആ അകന്നുപോയ സമുദായത്തെ ഒന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ തിരിച്ച് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി അവരുടെ മുൻപിലുള്ള ചില ഡിമാൻഡുകളുണ്ട്. അത്തരം ഡിമാൻഡുകൾക്ക് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ട അനിവാര്യതയുമാണ്. കാരണം സംവരണം പോലുള്ള വിഷയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഇതിൽ ചില സമുദായങ്ങൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെയുള്ളൊരു തീരുമാനവും പ്രധാനമന്ത്രിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് മുൻപിലുള്ളത് 6 മാസത്തിനുള്ളിൽ ഈ രാജ്യസഭയിൽ കൂടുതൽ MPമാരെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് ഒരു മെജോറിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട അനിവാര്യത ഏറ്റവും പെട്ടെന്ന് തന്നെ മോദി സർക്കാരിന് അഭിമുഖീകരിക്കേണ്ട ഒരു വലിയ വിഷയമില്ല. അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയം ജമ്മു കാശ്മീർ വിഷയം തന്നെയാണ്. അതിനുശേഷമാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് 6 മാസത്തിനുള്ളിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് ശരിയാക്കുക എന്നുള്ളത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്. കാരണം ഇപ്പോഴൊന്നും മങ്ങി നിൽക്കുന്ന BJP സർക്കാരിനും നരേന്ദ്രമോദിക്കുമൊക്കെ ഈ 6 മാസം വളരെ നിർണായകം തന്നെയാണ്. കാരണം ഈ 6 മാസത്തിനുള്ളിലാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. മഹാരാഷ്ട്രയിൽ BJPക്ക് മുന്നേറിയേ പറ്റൂ, കാരണം അതൊരു ഫണ്ടിങ് സ്റ്റേറ്റാണ്. അങ്ങനെ അനവധി വിഷയങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ അഭിമുഖീകരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ BJPയും. അതിനുള്ള ആ കുരുക്കഴിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമ്മൾ പറയും കഷ്ടകാലമാണ് എന്ന് പറയും. സാധാരണ കഷ്ടകാലത്തിനൊക്കെ ഒരു പീരീഡ് ഉണ്ട്, ജ്യോത്സ്യന്മാരും മറ്റും പറയുന്നത്. ഏതായാലും അത്തരത്തിലൊരു പീരീഡിലൂടെയാണോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലൂടെയാണോ നരേന്ദ്രമോദിയും BJP സർക്കാരും കടന്നു പോകുന്നത് എന്നറിയില്ല. ഏതായാലും 6 മാസത്തിനുള്ളിൽ അനവധി വിഷയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്. കടുത്ത പ്രതിസന്ധികൾ കൂടെയാണ് ഇപ്പോൾ ഈ സർക്കാർ കടന്നു പോകുന്നത്. ഏതായാലും സർക്കാർ താഴെ വീഴുകയോ ഒന്നുമില്ല എങ്കിൽ പോലും ഈ സർക്കാരിനെ നിലനിർത്തുക മാത്രമല്ല, തങ്ങളുടെ പ്രഖ്യാപിതമായ അല്ലെങ്കിൽ തങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാനായി അനവധി നീക്കങ്ങൾ ഉടൻ തന്നെ നടത്തിയേ കഴിയൂ. ഏറ്റവും പ്രാമുഖ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് കാശ്മീരിനാണ്. കാരണം കാശ്മീർ ക്ലീൻ ആക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യവും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.